നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM രണ്ട് തട്ടിലല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. വിഴിഞ്ഞം പോർട്ടിൽ MSC നടത്തുന്നത് നിക്ഷേപമല്ല. അദാനി കമ്പനിയും MSCയും നടത്തുന്നത് ഷെയർ വിൽപ്പനയാണെന്നും 49% ഷെയർ വിദേശ കമ്പനി സ്വന്തമാക്കുന്നത് അപകടകരമാണെന്നും AK ബാലൻ. ഷെയർ കൈമാറുന്നതിലൂടെ വിഴിഞ്ഞത്തിൻ്റെ വികസനവും അനുബന്ധ വികസനവും MSCയുടെ കൈകളിലേക്ക് എത്തുമെന്നും കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ലെന്നും AK ബാലൻ. വിദ്യാർത്ഥികൾ പഠനത്തിലും ഉദ്യോഗാർത്ഥികൾ ജോലി തേടലിലും ലഹരി കണ്ടെത്തണമെന്ന് പാലക്കാട് MLA രമേശ് പിഷാരടി. രാജ്യം അംഗീകരിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ വിജയിക്കണമെങ്കിൽ വിദ്യാർത്ഥികളുടെയും ശക്തമായ പിന്തുണ ആവശ്യമാണെന്നും MLA. തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 47 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന കേസ്. മുഖ്യപ്രതി പിടിയിലായത് രാജസ്ഥാനിൽ നിന്ന്. തൃശൂർ സിറ്റി ഷാഡോ പോലീസും മണ്ണുത്തി പോലീസും സംയുക്തമായി അന്വേഷിച്ച കേസിലെ പ്രതി രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാർ. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട കേസിൽ 2 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. മലിനജലം ഉപയോഗിക്കേണ്ടി വന്നതിനെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലുകൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടു. തീരുമാനം മെഡിക്കൽ കോളേജ് യൂണിയന്റെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പാളിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുന്നതുവരെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഒഴിയാനും കർശന നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM രണ്ട് തട്ടിലല്ലെന്ന് CPM നേതാവ് AK ബാലൻ പറഞ്ഞു. വിഴിഞ്ഞം ഓഹരിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നടത്തിയ പരാമർശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി EP ജയരാജൻ നടത്തിയ പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു AK ബാലൻ്റെ പ്രതികരണമുണ്ടായത്. വിഴിഞ്ഞത്തിൻ്റെ വികസനവും അനുബന്ധ വികസനവും MSCയുടെ കൈകളിലേക്ക് എത്തുമെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ലെന്നും AK ബാലൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഴിഞ്ഞം പോർട്ടിൽ MSC നടത്തുന്നത് നിക്ഷേപമല്ല. അദാനി കമ്പനിയും MSCയും തമ്മിൽ നടത്തുന്നത് ഷെയർ വിൽപ്പനയാണ്. 49% ഷെയർ വിദേശ കമ്പനി സ്വന്തമാക്കുന്നത് അപകടകരമാണ്. ഷെയർ കൈമാറ്റത്തിലൂടെ വിഴിഞ്ഞത്തിന്റെ വികസനവും അനുബന്ധ വികസനവും MSCയുടെ കൈകളിലെത്തും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. വിഴിഞ്ഞത്ത് MSCയുടെ 13,000 കോടി നിക്ഷേപമെന്ന നിലയിൽ വാർത്ത വന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി പത്രം എന്നതുകൂടാതെ വാർത്താപത്രം കൂടിയാണ് ദേശാഭിമാനിയെന്നും AK ബാലൻ പറഞ്ഞു. ജനങ്ങൾ അറിയാതെ, ഗവൺമെൻറ് അറിയാതെ ഏതോ ഒരു തലത്തിൽ രൂപം കൊണ്ട ഒരാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെയർ വിൽപ്പന നടന്നിട്ടുള്ളത്. ഷെയർ വിൽപ്പനയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. 49% ഷെയർ ഒരു വിദേശ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറിയാൽ സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവും അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികളും വിദേശ കോർപ്പറേറ്റ് ശക്തിയുടെ കയ്യിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നില്ല. ഒരു വ്യക്തത ഉണ്ടാക്കണം. കുവൈത്ത് കലാ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പുരസ്കാരം സിനിമാ നടൻ ഇന്ദ്രൻസിന് നൽകുമെന്നും ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ AK ബാലൻ പറഞ്ഞു. 50,000 രൂപയുടെ ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. കേന്ദ്ര ചലച്ചിത്ര അക്കാദമി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, ഫിലിം ക്രിറ്റിക്സ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇന്ദ്രൻസിന് ലഭിച്ചിട്ടുണ്ട്. പുരസ്കാരം ഓഗസ്റ്റ് 3 കണ്ണൂരിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് സമ്മാനിക്കും. സമ്മാനവേദിയിൽ SSLCക്ക് തിളക്കമാർന്ന വിജയം നേടിയ 100 വിദ്യാർത്ഥികൾക്ക് 7,500 രൂപയുടെ എൻഡോമെന്റും ഷീൽഡും നൽകി അനുമോദിക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ഈ വർഷത്തെ കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് സിനിമാ നടൻ ഇന്ദ്രൻസിനെയാണ്. 50,000 രൂപയുടെ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. അഭിനയ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് പ്രിയപ്പെട്ട ഇന്ദ്രൻസ്. ട്രസ്റ്റ് സെക്രട്ടറി സുദർശൻ കളത്തിൽ, ട്രഷറർ ബിജു കണ്ടക്കൈ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാർത്ഥികൾ പഠനത്തിലും ഉദ്യോഗാർത്ഥികൾ ജോലി തേടലിലും ലഹരി കണ്ടെത്തണമെന്ന് പാലക്കാട് MLA രമേശ് പിഷാരടി പറഞ്ഞു. രാജ്യം അംഗീകരിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ വിജയിക്കണമെങ്കിൽ വിദ്യാർത്ഥികളുടെ ശക്തമായ പിന്തുണ കൂടി ആവശ്യമാണെന്നും MLA കൂട്ടിച്ചേർത്തു. OSK വനിതാ ചാപ്റ്ററും മേഴ്സി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച വിമുക്തി
പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യർക്ക് പലതിനോടും പലതരത്തിൽ ലഹരി തോന്നുക സ്വാഭാവികമാണ്. സമൂഹത്തിനും കുടുംബത്തിനും ഹാനികരമായ ലഹരികൾ വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നിടത്താണ് വിജയത്തിന്റെ ആരംഭം. സമൂഹത്തിന്റെ ആരോഗ്യവും ചാലകശക്തിയും വിദ്യാർത്ഥി സമൂഹമാണ്. സമൂഹത്തിലെ അനാവശ്യ പ്രവണതകൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതും പ്രതിരോധം തീർക്കേണ്ടതും വിദ്യാർത്ഥി സമൂഹമാണെന്നും MLA പറഞ്ഞു. അതിനുശേഷം കോളേജിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് അങ്ങോട്ട് വരികയോ ഒന്നും ചെയ്യാതെ ഈ കലാലയത്തിലേക്ക് ആദ്യമായി വന്നത് ഒരു പൊതുകാര്യത്തിന് ഒരു നല്ല കാര്യത്തിനാകുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് ഒരു കാലത്തിന്റെ കാര്യം തന്നെയായിരുന്നു. അത് നല്ല കാര്യത്തിനാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നു. വലിയ സന്തോഷം. പ്രിൻസിപ്പൽ സിസ്റ്റർ ലവ്ലി അധ്യക്ഷത വഹിച്ചു. മനുഷ്യക്കടത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുന്ന ASI ആറുമകരെ ആദരിച്ചു. T. അനിത ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ ഷീന K. ജോൺ, ശ്രീദേവി K. മേനോൻ, ബിന്ദു വസന്ത്, സിന്ധു ഹരികുമാർ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ വാക്കത്തോൺ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 47 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന കേസിൽ മുഖ്യപ്രതി പിടിയിലായി. രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാറാണ് അറസ്റ്റിലായിരിക്കുന്നത്. തൃശൂർ സിറ്റി ഷാഡ പോലീസും മണ്ണുത്തി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ രാജസ്ഥാനിൽ നിന്നും പിടികൂടാനായത്. ചരക്ക് കൊണ്ടുപോകുന്ന ട്രക്കുകളിൽ കയറി പറ്റുക, പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുക, ഹൈവേ ഓരങ്ങളിൽ വണ്ടി നിർത്തി സുരക്ഷാക്കുറവുള്ള വീടുകൾ കണ്ടെത്തി കൊള്ളയടിക്കുക, ഇങ്ങനെ തീരൻ അധികാരം ഒണ്ടെന്ന സിനിമയെ അനുസ്മരിക്കും വിധം കവർച്ച നടത്തുന്ന കൊള്ള സംഘത്തെയാണ് തൃശൂർ സിറ്റി പോലീസ് പിടികൂടിയത്. മണ്ണുത്തി മുല്ലക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിൽ നിന്ന് 51 ലക്ഷം രൂപ വിലമതിക്കുന്ന 47 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ പിടിയിലായത്. കേസിലെ 2-3 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. കവർച്ച നടത്തിയ സ്വർണ്ണ 27 പവൻ പോലീസ് വീണ്ടെടുത്തു. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാൻ ഉണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് അറിയിച്ചു. ഇവർ പറഞ്ഞ പ്രൈമറി ഇൻഫർമേഷൻ അനുസരിച്ച് ആ വീട് അവർക്ക് കാണുന്ന സമയത്ത് കുറച്ച് ലൈറ്റ് കുറവുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാക്ക് ഡോറുള്ള ലോക്ക് എൻട്രി ഈസി ആക്സസ് ആയിരുന്നു. സോ ബേസിക്കലി ഇതൊരു വൾനറബിൾ വീട് നോക്കിയിട്ട് അവർ കയറിയതാണ്. ആ ലോക്കാലിറ്റിയിൽ ബാക്കി വീടുമുണ്ട്. ബട്ട് അവരുടെ നല്ല ലോക്കും നല്ല സെക്യൂരിറ്റി ആയത് കാരണം അവർ ആ വീട്ടിൽ കയറിയിട്ടില്ല. ഈ വീട്ടിൽ കുറച്ച് സെക്യൂരിറ്റി ആംഗിളിൽ ഇവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന വീടായതുകൊണ്ട് അവർ ആ വീട്ടിൽ കയറിയതാണ്. ഇപ്പോഴും നമുക്ക് 2 പേര് ബാക്കിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ബാക്കി അനാലിസിസ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ അക്യൂസ്ഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. അക്യൂസ്ഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ പിടിക്കാനുള്ള നടപടി ചെയ്യണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലിനജലം ഉപയോഗിക്കേണ്ടി വന്നതിനെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലുകൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടു. മെഡിക്കൽ കോളേജ് യൂണിയന്റെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പലാണ് ഹോസ്റ്റലുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയിൽ മലിനജലം കിണറിലെത്തിയതാണ് ഹോസ്റ്റലുകളിലെ ജലവിതരണ പൈപ്പുകളിലും മാലിന്യം കലരാൻ ഇടയാക്കിയത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുകളുമായി 500ഓളം പേരാണ് താമസിക്കുന്നത്. ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കും വരെ വിദ്യാർത്ഥികളോട് ഹോസ്റ്റലിൽ നിന്നും ഒഴിയാൻ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൂരദേശങ്ങളിലുള്ളവരും മറ്റ് താമസ സ്ഥലത്തില്ലാത്തവരും ഹോസ്റ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ വാർഡിന്റെ അനുമതിയോടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കും വരെ ക്ലാസുകൾക്കും ഒഴിവ് നൽകിയിട്ടുണ്ട്. ഹോസ്റ്റലുകളിൽ മലിനജലമെത്തിയതിനെതിരെ മെഡിക്കൽ കോളേജ് യൂണിയൻ വിദ്യാർത്ഥികളും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ എക്സൈസിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ നിരാഗർ നാഗ്, ശാന്തകുലി എന്നിവർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് വീണ്ടും കഞ്ചാവ് പിടികൂടാനായത്. 12 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ നിരാഗർ നാഗ്, ശാന്തകുലി എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. തൃശൂരിൽ വിൽപ്പനയ്ക്കായാണ് ഇരുവരും കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഴ പെയ്തോടെ തകർച്ച നേരിട്ട കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ ദുരിതയാത്രയ്ക്ക് ശാശ്വത പരിഹാരമായി കുഴികൾ ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നു. പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ട് വലിയ തോതിലാണ് തകർച്ച നേരിട്ടിരിക്കുന്നത്. ഇത്തരം ഭാഗങ്ങളിലാണ് കോറി വച്ചിട്ട് കുഴികൾ ഓട്ടയടയ്ക്കുന്നത്. പാതയിലെ തകർച്ച രൂക്ഷമായതിനെതിരെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ PWDനെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളും തൊഴിലാളികളുമാണ് തകർച്ച പരിഹരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. നിലവിൽ പാതയുടെ നവീകരണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ തന്നെയാണ് കുഴികൾ ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തികളും നടത്തിവരുന്നത്.
മഴക്കാലപൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ വ്യക്തമാക്കി. മഴ പെയ്തോടെ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും ശനിയാഴ്ച ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. മഴ പെയ്തോടെ രോഗങ്ങൾ കൂടുന്നുണ്ട്. ഡെങ്കിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും മുന്നോട്ട് വന്നിട്ടുണ്ട്. വീടും പരിസരവും ശുചീകരിക്കണം. അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും ശനിയാഴ്ച ഡ്രൈ ഡേ ആയി ആചരിക്കാൻ തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ആവശ്യപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും നിരന്തരമായ ബോധവൽക്കരണവും അതേപോലെയുള്ള ക്ലീനിങ്ങും ഒക്കെ തന്നെ നടന്നു വരികയാണ്. പക്ഷെ നമ്മുടെ ഈ മഴ പെയ്യുന്നതോടുകൂടി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വാർഡിൽ ഒരു വീട്ടിൽ 3 ആൾക്ക് ഡെങ്കു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇനി ഡെങ്കു റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചായത്തും ആരോഗ്യവകുപ്പും വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആശാവർക്കർമാരെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ ജനങ്ങൾ കൂടി ഒന്ന് ജാഗരൂകരാവണം എന്ന് അറിയിക്കുകയാണ്. അസുഖങ്ങൾ കൂടി വരാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ എന്ന രീതിയിൽ മാലിന്യങ്ങളൊക്കെ തന്നെ കൂമ്പാരമായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നതിന് വേണ്ടി പഞ്ചായത്തിനോട് സഹകരിക്കണം. പഞ്ചായത്ത് നല്ല ഇടപെടലുകൾ ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ കൃത്യമായി വൃത്തിയാക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ മാറണം. എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തീരുമാനമൊക്കെ തന്നെ നടപ്പിലാക്കാൻ എല്ലാ ജനങ്ങളും അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് പഞ്ചായത്തിൻ്റെ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പിന് വേണ്ടും സൂചിപ്പിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപ്പാക്കുന്ന ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ പച്ചക്കറി തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മാസ്റ്റർ നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം നടത്തിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷക ഗ്രൂപ്പുകൾക്ക് നൽകുന്നതിനായി ബ്ലോക്കിന് കീഴിലെ എല്ലാ കൃഷിഭവനുകളിലേക്കും പച്ചക്കറി തൈകൾ നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലേക്കും തൈകൾ നൽകിയത്. ഓങ്ങല്ലൂർ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ കർഷകർക്ക് പച്ചക്കറി തൈകൾ സൗജന്യമായി നൽകുന്നതിന്റെ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മാസ്റ്റർ നിർവഹിച്ചു. കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പാണ് തോന്നുന്നു നമ്മൾ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പൂവില്ലാത്ത ഓണമില്ലല്ലോ. അപ്പോൾ ഓണം എന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത്. അതൊരുവിധമൊക്കെ എല്ലാവരും വീടുകളിലെത്തി അതൊക്കെ വേര് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഓണത്തിന് ഈ പച്ചക്കറി വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് സുഭിക്ഷമായി ഉണ്ടാവേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചക്കറി തൈകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു 14,000 തയ്യ് ഇവിടെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇനി തികയാണ്ട് വരികയാണെങ്കിൽ അതുകൂടി നമുക്ക് ഇടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇറക്കാനുള്ള സംവിധാനം ചെയ്യണം. ഈ പഞ്ചായത്തിൽ വിഷരഹിതമായ പച്ചക്കറി കൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനുള്ള തൈകൾ ഇവിടെ റെഡിയായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യും. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ, കൃഷി ഓഫീസർ ഹാര്യ കൃഷ്ണ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് രേഷ്മ എന്നിവർ സംസാരിച്ചു. നിരവധി കർഷകരും ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യഘട്ടത്തിൽ 90 പേർക്കാണ് പച്ചക്കറി തൈകളുടെ വിതരണം നടത്തിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് വെണ്ണക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SLC LSS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും അനുമോദന പത്രങ്ങളും നൽകിയാണ് ആദരിച്ചത്. പാലക്കാട് MLA രമേശ് ഉഷാരടി വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. അറിവുകളും കേട്ടിട്ടാണ് പിന്നീടുള്ളവർ ഉണ്ടായിട്ടുള്ളതും തലമുറകൾ വളർന്നിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എല്ലാം. അങ്ങനെ ചരിത്രം തുടങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു സ്കൂള്. നമ്മളെങ്ങനെയാണ് ആദ്യം നമ്മൾ വായിക്കാൻ പഠിക്കുക എന്ന് പറയും. നമ്മൾ ആദ്യം വായിക്കാൻ പഠിക്കും, പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ വായിക്കും.
37-ാം വാർഡ് കൗൺസിലർ അബ്ദുൾ സുക്കൂർ മുഖ്യാതിഥിയായി. പാലക്കാട് നഗരസഭ 38-ാം വാർഡ് കൗൺസിലർ എ ചമ്പകം പരിപാടിക്ക് ആശംസ നേർന്നു. PTA പ്രസിഡന്റ് സുധീർ കബീർ, സ്കൂൾ പ്രധാനാധ്യാപകൻ ബിനോയ് മാത്യു, അധ്യാപകരായ AS അബ്ദുൾ സലാം, ലത സോമൻ, TK രഘുനാഥൻ, P ജസീന, MPTA പ്രസിഡന്റ് അസീന ബീഗം, SMC ചെയർമാൻ ഐശ്വര്യ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM 2 തട്ടിലല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. വിഴിഞ്ഞം പോർട്ടിൽ MSC നടത്തുന്നത് നിക്ഷേപമല്ല. അദാനി കമ്പനിയും MSCയും നടത്തുന്നത് ഷെയർ വിൽപ്പനയാണെന്നും 49% ഷെയർ വിദേശ കമ്പനി സ്വന്തമാക്കുന്നത് അപകടകരമാണെന്നും AK ബാലൻ. ഷെയർ കൈമാറുന്നതിലൂടെ വിഴിഞ്ഞത്തിന്റെ വികസനവും അനുബന്ധ വികസനവും MSCയുടെ കൈകളിലേക്ക് എത്തുമെന്നും കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ലെന്നും AK ബാലൻ. വിദ്യാർത്ഥികൾ പഠനത്തിലും ഉദ്യോഗാർത്ഥികൾ ജോലി തേടലിലും ലഹരി കണ്ടെത്തണമെന്ന് പാലക്കാട് MLA രമേശ് പിഷാരടി. രാജ്യം അംഗീകരിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ വിജയിക്കണമെങ്കിൽ വിദ്യാർത്ഥികളുടെയും ശക്തമായ പിന്തുണ ആവശ്യമാണെന്നും MLA. തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 47 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന കേസ്. മുഖ്യപ്രതി പിടിയിലായത് രാജസ്ഥാനിൽ നിന്ന്. തൃശൂർ സിറ്റി ഷാഡോ പോലീസും മണ്ണുത്തി പോലീസും സംയുക്തമായി അന്വേഷിച്ച കേസിലെ പ്രതി രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാർ. തൃശൂരിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട കേസിൽ 2 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. മലിനജലം ഉപയോഗിക്കേണ്ടി വന്നതിനെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലുകൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടു. തീരുമാനം മെഡിക്കൽ കോളേജ് യൂണിയന്റെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പാളിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുന്നതുവരെ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഒഴിയാനും കർശന നിർദ്ദേശം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.